എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എരിക്ക് ചെടിയുടെ അടുത്താണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടിയാണ് എരിക്ക് ചെടി. നമ്മളിപ്പോ റോഡ് സൈഡിലും ഹൈവേയുടെ സൈഡുകളിലൊക്കെ മിക്കവരും കണ്ടിട്ടുണ്ടാവും ഈ എരിക്ക് ചെടി ഇങ്ങനെ പൂവിട്ട് നിൽക്കണത്. അപ്പൊ നമ്മുടെ വീട്ടിലും നമുക്ക് എരിക്ക് ചെടി നന്നായിട്ട് തന്നെ വളർത്താൻ പറ്റിയതാണ്. 2 തരത്തിലുള്ള എരിക്ക് ചെടി ഉണ്ട് കേട്ടാ. നീല കളറിലുള്ള പൂവുള്ളതും വെള്ള കളറിലുള്ള പൂവുള്ളതും. അപ്പൊ വെള്ള കളറിലുള്ള പൂവുള്ള എരിക്ക് ചെടിയാണ് ഔഷധ ഗുണം കൂടുതലുള്ളത്. അപ്പൊ പ്രധാനമായിട്ടും നമ്മ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കാലിലുണ്ടാവണ നീര്, ഈ കൈകളിലും കാലിലും സന്ധികളിലൊക്കെ ഉണ്ടാവുന്ന വേദനകൾക്കൊക്കെ ഒരു ആശ്വാസം കിട്ടണ ഒരു ചെടിയാണ് ഈ എരിക്ക് ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ. നമ്മുടെ വീട്ടിൽ ഇപ്പൊ എരിക്ക് ചെടി ഉണ്ടെങ്കിൽ ഇതിന്റെ ഇലകൾ കണ്ട, ഈ ഇലകൾ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അരിയ, എന്നിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട്, ഇപ്പൊ കാലിലെ വേദനകളൊക്കെ ആണെങ്കിൽ, ഉപ്പുറ്റി വേദന, കാലിന്റെ വേദനയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ചൂടേപ്പാടെ തന്നെ കാല് ആ വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാല് നല്ല ആശ്വാസം കിട്ടും. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് വേദന ഉള്ള ഭാഗങ്ങളിൽ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ, ഇപ്പൊ നമുക്ക് കൈയുടെ വേദന, അതേപോലെ തന്നെ മുട്ടുവേദനക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്താലും നമുക്ക് നല്ല ആശ്വാസം കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഇല എടുത്തിട്ട് ഈ ഇലയിൽ എള്ളെണ്ണ അല്ലെങ്കിൽ മുറിവെണ്ണ അതേപോലെ എണ്ണകൾ തേച്ചിട്ട് നമുക്ക് ഒന്ന് തീയിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ആ വാട്ടിയെടുത്തിട്ട് നമുക്ക് വേദന ഉള്ള ഭാഗത്ത് വെച്ചിട്ട് കെട്ടി വെച്ച് കൊടുത്തിട്ട് നമ്മ ആ കെട്ടി വെച്ച് കൊടുക്കണ സമയം നല്ല റെസ്റ്റ് എടുക്കണം കേട്ടാ. കെട്ടി വെച്ച് കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ഒരു അരമണിക്കൂർ നമുക്ക് കെട്ടിവെച്ചാൽ മതി. അപ്പൊ നല്ല ആശ്വാസം കിട്ടും വേദനകൾക്കൊക്കെ. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വേദനകളാണ്. ഇന്ന് എല്ലാവർക്കും പലതരത്തിലുള്ള വേദനകളാണ്. കൈവേദന, കാലുവേദന, സന്ധിവേദനയൊക്കെ. അപ്പൊ നമുക്ക് തന്നെ വീട്ടിൽ എരിക്ക് ചെടി ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് കുഴിനകം, കാലിലെ വിണ്ടുകീറലില്ലേ, അതേപോലെ ഉള്ളതിനൊക്കെ ഈ എരിക്കിന്റെ ഇലയിൽ ഒരു ചെറുണ്ട് കണ്ട. അപ്പൊ ഈ ഇല നമ്മ പൊട്ടിച്ചിട്ട് കണ്ട ഒരു പാല് പോലത്തെ ഒരു വെള്ളമനുണ്ട. ഇത് ഇപ്പൊ നമുക്ക് കുഴിനകം ഉള്ള ഭാഗത്തൊക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഇട്ട് കൊടുത്തതിനാല് കുഴിനകം പെട്ടെന്ന് മാറും. അതേപോലെ തന്നെ നമുക്ക് കാല് വിണ്ട് കീറലിനൊക്കെ ആ വിണ്ട് കീറണ ഭാഗത്തൊക്കെ നമുക്ക് ഈ പാല് പോലത്തെ ഈ ചെറു ഇട്ട് കൊടുത്തതിനാല് നല്ല ആശ്വാസം കിട്ടും. പിന്നെ ഈ ചെറ നമ്മ ഇല പൊട്ടിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൽ വീഴാണ്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം കേട്ടോ. ഈ ചെറ കണ്ണിൽ വീണാല് ഇതിനൊരു വിഷാംശം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മ പൊട്ടിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ നമ്മ കമ്പൊക്കെ ഒടിക്കുമ്പോ എല്ലാവരും ശ്രദ്ധിച്ചു വേണം കൈകാര്യം. അല്ലാണ്ട് ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള ചെടിയാണ്. പിന്നെ കർഷകർക്ക് ഒരു വേണ്ടപ്പെട്ട ചെടി തന്നെയാണ് എരിക്ക് ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കാരണം കർഷകർക്കൊക്കെ ഇന്ന് ബോറോണിന്റെ അഭാവമാണ് ചെടികൾക്കുള്ളത്. അപ്പൊ നമ്മ തെങ്ങിനൊക്കെ ഈ വെള്ളക്കൊക്കെ അങ്ങനെ വിണ്ട് പൊളിഞ്ഞ് വീഴല്, പിന്നെ പല ഷേപ്പില്ലാണ്ട് വരല്, പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഷേപ്പില്ലാത്ത രൂപത്തിലൊക്കെ വളനൊക്കെ വന്ന, അത് ബോറോണിന്റെ കുറവാണ്. ബോറോണിന്റെ കുറവിന് ഏറ്റവും നല്ല ഒരു പരിഹാരമാണ് ഈ എരിക്കിന്റെ ഇല എന്ന് പറഞ്ഞാല്. നമ്മ ഇപ്പൊ ബാഗ് നിറക്കുമ്പോഴൊക്കെ ഈ എരിക്കിന്റെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ എരിക്കിന്റെ ഉണങ്ങിയ ഇലകളൊക്കെ നമുക്ക് തടത്തിലിട്ട് കൊടുക്കാം. പിന്നെ തെങ്ങിൻ തടത്തിലൊക്കെ ഇടാം. നമുക്ക് കൃഷി ചെയ്യണ കൃഷിയിടത്തിലൊക്കെ നമ്മ ഭാരം കുറഞ്ഞതിലൊക്കെ എരിക്കിന്റെ ഇല ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് നല്ല റിസൾട്ടാണ്. അപ്പൊ നമ്മ ബോറോണിന് വേറെ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് മീലിബഗ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ചെടികളിൽ നിന്ന്. പ്രധാന പ്രശ്നമാണ് മീലിബഗ്. വെള്ളപ്പൂപ്പല് പോലെ നിറച്ച് ഇരുന്നിട്ട് നമ്മുടെ നീരൂറ്റി കുടിച്ച് ചെടികളുടെ വളർച്ച തന്നെ മുരടിച്ചു പോകും. അപ്പൊ അതിനൊക്കെ നമ്മ ഈ എരിക്കിന്റെ ഇല നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് മീലിബഗിനൊക്കെ നല്ല റിസൾട്ടാണ്. മുളകിനൊക്കെ ഏറ്റവും നല്ലതാണ്. മുളക് മാത്രമല്ല, നമ്മ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ മീലിബഗ് വന്നിട്ട് പേരയിലും എല്ലാത്തിലും മീലിബഗിന്റെ ഉപദ്രവമാണ്. അപ്പൊ നമുക്ക് അതിനൊപ്പം കർഷകർക്ക് ഒരു പ്രധാനപ്പെട്ട ചെടി തന്നെയാണ് ഈ എരിക്ക് എന്ന് പറഞ്ഞാല്. അപ്പൊ എരിക്കിന്റെ എന്ന് വെച്ചാൽ എന്താ നടണേന്ന് വെച്ചാൽ നമ്മ ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടിട്ടാണ് നമ്മ പുതിയ തൈകൾ ഉണ്ടാക്കണത്. അപ്പൊ നമുക്ക് കമ്പ് മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. ഇതേപോലെ കണ്ട നിറച്ച് പൂക്കളായിരിക്കുള്ളൂ, കാണാൻ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഇതിന്റെ പൂവും ഇലയും തണ്ടും വേരും എല്ലാം ഔഷധ ഗുണം ഉള്ളതാണ് കേട്ടോ. അപ്പൊ
നമുക്കിത് ചട്ടിയിലൊക്കെ വളർത്താം. ഞാനിവിടെ ഒരു ബക്കറ്റിലൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ നീല നിറത്തിലുള്ള ഇരിക്കും ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതാണ്ട നീല നിറത്തിലുള്ള പൂവുള്ള ഇരിക്ക് കണ്ട. ഇലകളൊക്കെ ഒരേപോലെ തന്നെയാണ്, പൂക്കൾ കണ്ട നല്ല നീല കളറാണ് കണ്ട, നല്ല ഭംഗിയുള്ള നല്ല പൂക്കളാണ് കണ്ട. പിന്നെ ഇലകളൊക്കെ കണ്ട ഒരേ സെയിം തന്നെയാണ്. രണ്ടും ഔഷധ ഗുണങ്ങൾ ഉള്ളത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഔഷധ ഗുണം വെള്ളക്കാണെന്ന് മാത്രം. ഒരുപാട് പേരാണ് ഇവിടെ വന്ന ഇലകളൊക്കെ കൊണ്ടുപോണത്. അപ്പൊ കണ്ട ഇതേപോലെയാണ് എരിക്കിന്റെ ചെടി. ഇത് ഞാൻ പഴയ ബക്കറ്റിൽ വെച്ച ഒരു എരിക്കിന്റെ ചെടിയാണ് കണ്ട. വെള്ള എരിക്കാണിത്. ഇതൊരു പഴയ പെയിന്റ് ബക്കറ്റിൽ വെച്ചാണ് കണ്ട. അപ്പൊ നമുക്ക് ഇതേപോലെയൊക്കെ എരിക്ക് വളർത്താട്ടോ. സ്ഥലം ഇല്ലെന്ന് വിചാരിച്ചാൽ ആരും എരിക്ക് വളർത്താണ്ടിരിക്കണ്ട. നമുക്ക് ഇതേപോലെ എളുപ്പത്തിൽ നട്ട് വളർത്താൻ പറ്റിയതാണ് എരിക്ക്. അപ്പൊ നമ്മൾക്ക് ഒരുപാട് ഔഷധ ചെടികൾ നടണവരാണ് ഇന്ന് എല്ലാവരും തന്നെ. ഒരുപാട് പേരാണ് എൻ്റെ കയ്യിൽ നിന്ന് ഔഷധ ചെടികളൊക്കെ മേടിക്കണത്. അപ്പൊ എന്തായാലും നമുക്ക് ഇത്രയും ഉപകാരപ്പെട്ട എരിക്കിന്റെ ചെടി എല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം കുഴിനകത്തിനായാലും പിന്നെ നമുക്ക് വേദനകൾക്കായാലും നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിയാലാണ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മ ഇത് അന്വേഷിച്ച് നടക്കണമല്ല. അന്വേഷിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ചെടിയല്ല എരിക്കിന്റെ ചെടി എന്ന് പറഞ്ഞാല്. അപ്പൊ നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് എരിക്കിന്റെ തൈയൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ എല്ലാവരും എരിക്കിന്റെ ചെടി വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.